ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞ ഞാൻ പിള്ളേരിന്ന് ക്ലാസ്സിൽ പോയതാ. അപ്പം ക്ലാസ്സിൽ പോയപ്പം ബസ് പോയി എന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ട് അപ്പം എന്നോട് ചുമ്മാ സ്കൂളിലേക്കൊന്ന് ആക്കി തരുമോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൻ്റെ ഒരു വിഷയം ഇതൊക്കെ ഉണ്ട് അവിടെ വീങ്ങി കിടക്കുന്നത്. അത് മുട്ട് നമ്മൾ കുത്തിപ്പോയാൽ തരുത്ത് പോകില്ല, ആ തരിപ്പ് ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടാവില്ല വണ്ടി ഓടിക്കുക, ഞങ്ങളിപ്പോൾ തൽക്കാലം ക്ലാസ്സിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഇവിടെ ഉണ്ട്. പൊതുവേ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് മേടിക്കാറ് നമ്മൾ. അപ്പം ഞാൻ വിചാരിച്ചു മെല്ലെ ഒന്ന് നമ്മളെ വീട്ടിൽ കൂടൽ കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് പോയി നോക്കിയാലോ, എന്തേലും ഞെണ്ണാൻ കിട്ടിയാലോ. ഇപ്പോൾ 2-3 ദിവസമായില്ലേ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വീട്ടിൽ കൂടലിൻ്റെ വീട്ടിലേക്ക് പോയേക്കാം എന്ന് കരുതി. അതിന് മുമ്പേ ഒന്ന് പോയിട്ട് കൈയൊന്ന് കാണിച്ചാlte എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ ചീത്ത പറയാം കൈ കാണിക്കാനിട്ട്. ഞാനത്ര ഇത് കൊടുത്തില്ല. ഇനി ഇതുവരെ മാങ്ങ ചെത്തിയത് കഴിഞ്ഞു. ഇതെന്തുവാ, സാലഡ് ഉണ്ടാക്കിയതാ ഇനി ഉണ്ടോ. അപ്പം സ്പൂൺ എടുക്കടി കഴിക്കാനേ. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. ഫ്രൂട്ട്സ് എന്തൊക്കെ, പപ്പായയും മാംഗോയും ഗ്രേപ്പും സാലഡ് ഉണ്ടാക്കിയത്. എന്താ പോകാൻ കാരണം എന്നറിയോ, ഞാനിങ്ങ് പോകുന്നതിന് ശേഷവും കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 കുക്കർ, ഡിന്നർ സെറ്റ്, വേറെ എന്തോ ചുമരുമ്പ തൂക്കുന്നത്, അതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം. അപ്പം 3 ഡിന്നർ സെറ്റാണ് നിലവിൽ കിട്ടിയത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് ഏട്ടത്തി സാധനം മേടിക്കുമ്പോൾ ഓളോട് ഞാൻ പറഞ്ഞിട്ട് വേണ്ട, മേടിക്കണ്ട. ഞാനൊരു ഡിന്നർ സെറ്റ് മേടിച്ച് ഓർമ്മല്ലേ, അടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ വാങ്ങി വെക്കുമ്പോൾ നിങ്ങൾ ആരും ചിന്തിച്ചില്ലല്ലോ ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഡിന്നർ സെറ്റ് ഞാൻ മേടിച്ചെടുത്ത് പിന്നെ ഞാനത് തിരിച്ചു കൊടുത്തേക്കാനും ഗ്യാസിൻ്റെ അടുപ്പും ഗ്യാസ് അടുപ്പ് മേടിച്ചതാണ്. അപ്പോൾ എന്നിട്ടോ ഞാൻ മേടിക്കാത്തതിൻ്റെ വാശിക്ക് ഓള് പോയി മേടിക്കാം. അപ്പോഴേ ഞാൻ ഓളോട് പറഞ്ഞിട്ട് വേണ്ട ആരെങ്കിലും തരും എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഏത് കുട്ടിച്ചാത്തം വന്ന് തരാനാന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മുടെ ജാമിക ടീച്ചർ നല്ല ഏതോ ബ്രാൻഡ് സാധനമാണ്, ഭയങ്കര വെയിറ്റായിരുന്നു ആ ഒരു ബോക്സ് പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഡിന്നർ സെറ്റ് കിട്ടി. അപ്പം അമ്മ പറഞ്ഞൊരു ഡിന്നർ സെറ്റ് ഇനി കൊണ്ടോട്, എല്ലാം കൂടി ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാനാണ്. അപ്പം സാധനങ്ങളൊന്നും ഒന്നും എടുക്കൂല കേട്ടോ, ഇതൊക്കെ ഒന്ന് കാണാനൊരു ആകാംക്ഷഭരിതമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടൻ ബസ്സിനാണ് പോകണേ, എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യടേ. അപ്പോൾ ഇന്നലെയൊക്കെ കണ്ണടയ്ക്ക് ചെവിനിപ്പൂ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നുണ്ടായി. ഇന്നലെ മറ്റേ ഇത് ട്രിപ്പൊക്കെ കയറ്റിയതിന് ശേഷം അങ്ങ് മാറി കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കാണാൻ, വീടിൻ്റെയൊക്കെ ഒരവസ്ഥ ഒന്നും കൂടി ഇത് കാണിച്ചു തരാം. പഴയ വീട് മറ്റേ കാളകൂട്ട് കഴിഞ്ഞതിൻ്റെ മാതിരിയായി കിടക്കുക. കലവറ അവിടെ ആയിരുന്നല്ലോ, പോരാതനും ചെങ്ങപ്പാടൊക്കെ അവിടെയായിരുന്നു. എൻ്റെ പൊന്നി അതിൻ്റെ അവസ്ഥ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ള നിലയിലൊന്ന് പോവുകയാണ്. ബസ്സിനാണ് പോണത്. എന്തിനാവുമെന്നോ ആദ്യം പോയി കൈ ഒന്ന് കാണിച്ചാൽ എനിക്ക് വേദനിക്കുന്നു. വേദന എപ്പോഴും ഇല്ല കേട്ടോ, ചില സമയത്തൊരു വേദന എന്ന് വെച്ചാൽ കൈ താഴ്ത്താനും നിർത്താനും അങ്ങനെ പറ്റായും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ മൂത്തോലി ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന കേട്ടിട്ടുണ്ട്. എളോലി ചൊല്ലും ഇളയ നെല്ലിക്ക ഇപ്പോഴാണ് മധുരിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. എൻ്റെ സിനിമ 100 പ്രാവശ്യം പറഞ്ഞു. നിപ്പുവിന് ഓർമ്മല്ല, നിപ്പുവിനോട് പറഞ്ഞു ഇസ്താക്ക് കൈ സുഖമില്ലാത്തതാണ് നിപ്പുവോ, എടുക്കണ്ട. എനിക്ക് ഭയങ്കര ക്രേസ് കയറിയതായിരുന്നു. പവനായി ശവമായി പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. എനിക്ക് അന്ന് വേണ്ടി ഇവരുടെ കൂടെ ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതില്ലേ പലക ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് വഴി ഉണ്ടാക്കുമൊക്കെ ഞാനിങ്ങനെ നോക്കി. എനിക്കെന്താ ഇതൊക്കെ കാണുമ്പോൾ ചിത്രവരൻ്റെ കുറച്ച് മെമ്മറീസിലുള്ളത് കൊണ്ടാണെന്നറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ ചളി നന്നാക്കി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു കലയുണ്ട്. അതാ ഞാനിങ്ങനെ ആസ്വദിക്കുക. ചളിയായി കിടക്കുന്ന ഒരു സ്ഥലത്തെ അവർ ഓരോ മരക്കഷ്ണങ്ങൾ വെച്ച് വൃത്തിക്ക് കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ അത് ഇങ്ങനെ
വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ആ ഒരു അതൊക്കെ ക്രേസ് കയറിയതാണ് കേട്ടോ. എനിക്ക് സത്യം പറയുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രാന്തുകളൊക്കെ ഉണ്ട്. ഈ അലങ്കോലപ്രദമായി എൻ്റെ വീട് അലങ്കോലമാണ് കേട്ടോ. അത് വേറൊരു രസമാണ്. ഒരിക്കലും ഒരു ചിത്രകാരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നിടത്ത് ഒരിക്കലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല. അത് എൻ്റേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. എൻ്റെ അളമാറയൊക്കെ കാണുമ്പം പലരും എന്നോട് ചോദിച്ചു ഇതൊന്നും എനിക്ക് ഒതുക്കി പെറുക്കി വെച്ചോട്ടെ, പക്ഷെ കിട്ടൂല. ഈ പെറുക്കി വെക്കുന്നതിനേക്കാളും അടക്കി വെക്കുന്നതിനേക്കാട്ടിലും ഭംഗി തോന്നിക്കുക വലിച്ചു കയറിയിടുമ്പോൾ. എന്തോ മേ ബി എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതില്ലെന്ന് പറഞ്ഞോ, ഒന്നും കൂടി വിളിച്ചു വെക്ക്, എടുക്കണ്ടാവും. മറ്റേ നമ്മളാരും പോയി പട്ടിണി എടുക്കേണ്ടി വരും കേട്ടോ. ഉമ്മാനോട് വിളിച്ചു കയറി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവം. അമ്മക്ക് കുത്തി നെൽപോളിഷൊക്കെ പോയി. ഇനി ഞാൻ റിമൂവറും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. ഏതായാലും വീട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ. അവസ്ഥകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് ചായ കുടിച്ചു, പൈമ്പ് തിന്നു. That's all. Ta-da!